നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. സരിത എസ് നായരുടെ മൊഴി രേഖപ്പെടുത്താതിരുന്ന SCJM NV രാജുവിന് ഹൈക്കോടതിയുടെ കുറ്റപത്രം. 15 ദിവസത്തിനകം രാജു മറുപടി നൽകണം. ശ്രീധരൻ നായർ സരിതയ്ക്ക് നൽകിയ പണമെത്തിയത് ഉമ്മൻചാണ്ടിയുടെ സഹായിക്കെന്ന് ബാലകൃഷ്ണപിള്ള. തോമസ് കുരുവിള 40 ലക്ഷം വാങ്ങിയത് കമ്മീഷനെ അറിയിക്കും. PC ജോർജിനെ ഒതുക്കിക്കെട്ടാൻ KM മാണി. വൈസ് ചെയർമാൻ പദവിയിൽ നിന്ന് ഒഴിവാക്കും. ഉന്നതാധികാര സമിതിയിലും ഇനി പങ്കെടുപ്പിക്കില്ല. മാണി പുല്ലാണെന്ന് ജോർജ്. PC ഇല്ലാതെ സെക്കുലർ പുനരുജ്ജീവിപ്പിച്ചു. UDF-ൽ തുടരുമെന്ന് TS ജോൺ. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇസ്മായിൽ വിഭാഗത്തെ വെട്ടിനിരത്തി. അംഗത്വം 31-ൽ നിന്ന് 21 കുറച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംവിധാനം ഇനിയില്ല. RSPയും JDU-വും മടങ്ങണമെന്ന് VS വീണ്ടും. ദിവാസ്വപ്നമെന്ന് ചെന്നിത്തല. ഭാരത് ഗ്യാസിലെ ട്രക്ക് ഡ്രൈവർമാരുടെ സമരം 3-ാം ദിവസവും പരിഹരിക്കാനായില്ല. 10 ജില്ലകളിൽ പാചകവാതക ക്ഷാമം രൂക്ഷം. ചർച്ചയ്ക്കില്ലെന്ന് ജില്ലാ കളക്ടർ. വഴങ്ങാതെ സമരക്കാരും. ഇടുക്കിയിൽ കടം വീട്ടാൻ മാതാപിതാക്കൾ 9-ാം ക്ലാസ്സുകാരിയെ വട്ടിപ്പലിശക്കാരന് കല്യാണം കഴിച്ചു കൊടുത്തു. വിവാഹം നടത്തിയത് തമിഴ്നാട്ടിലെ വരന്റെ വീട്ടിൽ. പെൺകുട്ടിയുടെ സമ്മതമില്ലെന്നാരോപിച്ച് പിതൃസഹോദരൻ നിയമ നടപടിക്ക്. സോളാർ കേസിലെ പ്രതി സരിത എസ് നായരുടെ മൊഴി രേഖപ്പെടുത്താതിരുന്ന എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് NV രാജുവിന് ഹൈക്കോടതി കുറ്റപത്രം നൽകി. ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സമർപ്പിച്ച കുറ്റപത്രത്തിന് 15 ദിവസത്തിനകം മാജിസ്ട്രേറ്റ് മറുപടി നൽകണം. മൊഴി രേഖപ്പെടുത്താതിരുന്ന മാജിസ്ട്രേറ്റിന്റെ നടപടി ചട്ടലംഘനമാണെന്നും നടപടിക്രമങ്ങളിൽ മാജിസ്ട്രേറ്റ് NV രാജു വീഴ്ച വരുത്തിയതായും ഹൈക്കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 2014 ജൂലൈയിൽ തന്നെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് NV രാജു നൽകിയ വിശദീകരണം ഹൈക്കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തള്ളിയതാണ്. തുടർന്ന് 5-അംഗ സമിതി കുറ്റാരോപണ മെമ്മോ തയ്യാറാക്കി നൽകാൻ ഒരു ജഡ്ജിയെ ചുമതലപ്പെടുത്തി. എന്നാൽ 9 മാസം കഴിഞ്ഞിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ല. ഇത് വിമർശന വിധേയമായതോടെയാണ് NV രാജുവിനെതിരെ തിരക്കിട്ട കുറ്റപത്രം നൽകിയത്. മജിസ്ട്രേറ്റ് ഗുരുതരമായ ചട്ടലംഘനം നടത്തി. നടപടിക്രമങ്ങൾ പലതും പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും കുറ്റാരോപണ മെമ്മോ വ്യക്തമാക്കുന്നു. സരിത എസ് നായർ അടഞ്ഞ കോടതി മുറിയിൽ പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്താതിരുന്നത് വീഴ്ചയാണ്. മൊഴി മുഴുവൻ കേട്ട ശേഷം അത് എഴുതി നൽകാനാണ് SCJM NV രാജു നിർദ്ദേശിച്ചത്. ഇത് ചട്ടവിരുദ്ധമാണ്. തന്നെയുമല്ല, ഈ മൊഴി കേസ് ഫയലിന്റെ ഭാഗമാക്കാതിരുന്നതും വീഴ്ചയാണ്. പിന്നീട് മജിസ്ട്രേറ്റ് മാധ്യമങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനം എന്താണെന്നും കുറ്റാരോപണ മെമ്മോയിൽ ചോദിക്കുന്നുണ്ട്. സരിത നൽകിയ മൊഴിയിൽ ഗുരുതരമായ കുറ്റകൃത്യം നടന്നുവെന്ന് പിന്നീട് മജിസ്ട്രേറ്റ് തന്നെ സമ്മതിച്ചു. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ താൻ ശ്രദ്ധിച്ചില്ല എന്നും പ്രതിസ്ഥാനത്ത് ആരൊക്കെയാണെന്ന് പരിശോധിച്ചില്ല എന്നുമാണ് വിജിലൻസ് രജിസ്ട്രാർക്ക് നൽകിയ മൊഴിയിൽ മജിസ്ട്രേറ്റ് തന്നെ സമ്മതിക്കുന്നത്. കുറ്റാരോപണ മെമ്മോയ്ക്ക് മജിസ്ട്രേറ്റ് NV രാജു 15 ദിവസത്തിനകം മറുപടി നൽകണം. മജിസ്ട്രേറ്റിന്റെ മറുപടി കൂടി പരിഗണിച്ചാവും ഇക്കാര്യത്തിൽ ഹൈക്കോടതി തുടർ നടപടികൾ സ്വീകരിക്കുക. മജിസ്ട്രേറ്റിനെതിരെ തരംതാഴ്ത്തൽ മുതൽ പിരിച്ചുവിടൽ വരെയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി. ശ്രീധരൻ നായർ സരിത എസ് നായർക്ക് കൊടുത്ത പണം എത്തിയത് ഉമ്മൻചാണ്ടിയുടെ സഹായി തോമസ് കുരുവിളയ്ക്ക് ആർ ബാലകൃഷ്ണപിള്ള. തോമസ് കുരുവിള 40 ലക്ഷം വാങ്ങിയ കാര്യം സോളാർ കമ്മീഷനെ അറിയിക്കും. ഇക്കാര്യം സരിതയ്ക്ക് സമ്മതിക്കേണ്ടി വരും. സരിതയ്ക്ക് മൊഴിയിൽ നിന്നും പിന്മാറാൻ കഴിയില്ലെന്നും തോമസ് കുരുവിളയ്ക്ക് പണം കൊടുത്ത കാര്യം പറഞ്ഞില്ലെങ്കിൽ സരിത കുടുങ്ങുമെന്നും ബാലകൃഷ്ണപിള്ള ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. ശ്രീധരൻ നായർ കൊടുത്ത 40 ലക്ഷം രൂപ, ഈ 40 ലക്ഷം രൂപ യഥാർത്ഥത്തിൽ എത്തിയത് ഉമ്മൻചാണ്ടിയിലേക്കാണ്. അതെനിക്കറിയില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വളരെ അടുത്ത ഒരാളെന്ന് പറയുന്ന ആൾ ആണ് ആ കാശ് മേടിച്ചതെന്ന് ആ കത്തിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ 40 ലക്ഷം രൂപയും ഉമ്മൻചാണ്ടിയുടെ ഡൽഹിയിലെ സഹായി തോമസ് കുരുവിള. അതെനിക്കറിയില്ല. പേരൊക്കെ ഞാൻ കമ്മീഷന് മുമ്പിൽ പറയാം. ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ അജിത് കുമാർ മാധ്യമപ്രവർത്തകൻ, ശ്രീ രാജു എബ്രഹാം MLA, ശ്രീ K സുരേന്ദ്രൻ, ഒപ്പം ശ്രീ അജയ് തറയിൽ കോൺഗ്രസ് വക്താവ് എന്നിവരാണ് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇക്കാര്യത്തിൽ ഇപ്പോൾ കുറ്റപത്രം നൽകി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള വിശദീകരണം തൃപ്തികരമല്ല എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് ഇക്കാര്യത്തിൽ NV രാജു നൽകുന്ന വിശദീകരണം യുക്തിക്ക് നിരക്കുന്നതല്ലെന്നും അത് ബോധ്യപ്പെടുന്നതല്ലെന്നും കോടതി കണ്ടെത്തിയതിനു ശേഷം നൽകിയ കുറ്റപത്രം, അതായത് സവിശേഷമായ താല്പര്യത്തോടെ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും പ്രത്യേകമായ ഉദ്ദേശത്തോടെ ഇടപെടുകയും ചെയ്തുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടുവെന്നാണോ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്? കോടതി അങ്ങനെ ഒരു അനുമാനത്തിൽ എത്തിച്ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് കുറ്റപത്രം കൊടുക്കുന്നത്. കുറ്റപത്രത്തിന് യുക്തിസഹമായ വിശദീകരണം നൽകാനുള്ള സ്വാതന്ത്ര്യം, അവകാശം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇനി മേൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. സാധാരണഗതിയിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും അത് ഏതെങ്കിലും ഒരു ജില്ലാ ജഡ്ജിയായിരിക്കും, സീനിയറായിട്ടുള്ള ഒരു ജില്ലാ ജഡ്ജിയെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നിയോഗിക്കുകയും അദ്ദേഹം അന്വേഷണം നടത്തി സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾക്കനുസരിച്ച് അന്വേഷണ നടപടികൾ പൂർത്തിയാക്കി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ട് വീണ്ടും ഹൈക്കോടതിയുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മേൽ നടപടികൾ കൈക്കൊള്ളുക. നടപടിക്രമങ്ങൾ ഇനി ഒരുപാട് പൂർത്തീകരിക്കേണ്ടതായിട്ട് ബാക്കിയുണ്ട്. അതാണ് ശ്രീ അജയ് തറയിൽ. ഇക്കാര്യത്തിൽ അന്ന് ഈ ജഡ്ജി
പാലിക്കേണ്ട നിയമപരമായ മര്യാദകളൊന്നും തന്നെ പാലിച്ചിട്ടില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അന്ന് ആർക്കെതിരെയായിരുന്നോ അവർ നൽകിയിട്ടുള്ള മൊഴി അത് രേഖപ്പെടുത്താതിരിക്കുന്നത് അങ്ങേയറ്റം ഗുരുതരമായ വീഴ്ചയാണെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ മൊഴി രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടാക്കുക ഈ ഭരണകൂടത്തിന് തന്നെയാണെന്ന് പിന്നീടുള്ള കാര്യങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു കെട്ട് നുണയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് മാധ്യമ വാർത്തകളെയും ഇല്ലാതാക്കാൻ, അതിൻ്റെ വിശ്വാസ്യത തകർക്കാൻ മനഃപൂർവ്വമായി ശ്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈ ജഡ്ജി. ആ നിലയിൽ പരിശോധിച്ചാൽ അദ്ദേഹം പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യത്തോടെ ഇവിടെ പ്രവർത്തിച്ചുവെന്നല്ലേ ഈ കുറ്റപത്രം വരുന്ന ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്? അല്ല, ഞാൻ മജിസ്ട്രേറ്റ് ചീഫ് ജുഡീഷ്യൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ നിഗമനങ്ങളും കണ്ടെത്തലുകളും അതിനെക്കുറിച്ചുള്ള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ തീരുമാനം ഇതിനെക്കുറിച്ചൊന്നും വിശദമായ ഒരു വിശകലനത്തിന് മുതിരാൻ കഴിയുന്ന ഒരു നിയമമൊന്നുമല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടതും കണ്ടതുമായ അറിവുകളെ നമുക്കറിയാവൂ. കേരള ഹൈക്കോടതിയാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഹൈക്കോടതിയും അതുപോലെ ഹൈക്കോടതിയുടെ തീരുമാനങ്ങളുമൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ വഴിക്ക് പോവുകയും അതിന് നിയമപരമായ തീരുമാനം എടുക്കുകയും ചെയ്ത ഹൈക്കോടതി ഉത്തരവാദിത്വമാണ്. ഞാൻ അതിന് കൈകടത്താനോ അഭിപ്രായം പറയുവാനോ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അന്ന് ഈ സർക്കാരിനെ സഹായിക്കും വിധമുള്ള ഇടപെടലുകൾ നടന്നുവെന്ന വിമർശനം വലിയ തോതിൽ വന്നു. അന്ന് മാധ്യമങ്ങളിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണോ എന്ന് വാർത്ത വന്നപ്പോൾ അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ മറ്റാരേക്കാളും തിടുക്കം ഈ ജഡ്ജിക്കായിരുന്നു. അതുകൊണ്ട് തെറ്റായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പ്രത്യേകമായി പറയാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ ഇടപെട്ട ഒരു ജഡ്ജി ഈ വിഷയത്തിൽ താല്പര്യത്തോടെ പ്രത്യേകമായ ലക്ഷ്യത്തോടെ ഇടപെട്ടുവെന്ന് സ്വാഭാവികമായും സംശയിക്കുക. അതിനിപ്പോൾ കൂടുതൽ ബലം വന്നിരിക്കുകയും ചെയ്യുകയാണ് ഈ കുറ്റപത്രം വരുന്നതോടെ. അല്ല, ഈ കുറ്റപത്രം വന്നുകൊണ്ട് മാത്രമല്ല, ഈ ജഡ്ജിയുടെ മുന്നിൽ സരിതായ നായർ കൊടുത്ത മൊഴി അവർ പറയുന്നിടത്തോളം കാലം ആ മൊഴിയാണ് സത്യം എന്നാണ് നമ്മൾക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുക. അപ്പോൾ CGM തെറ്റുകാരനാണ്, അല്ലെങ്കിൽ CGM ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ ഒരു താല്പര്യത്തിന് വേണ്ടി നിന്നു എന്ന ഒരു പ്രസ്താവനയ്ക്ക് അടിസ്ഥാനമില്ല. ഇന്നും സരിത പറയുന്നത് ഞാൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൊടുത്തത് 3 പേജുള്ള മൊഴി മാത്രമാണ്. മറ്റു കാര്യങ്ങൾ എന്റെ ജീവിതത്തെ കുറിച്ച്, എന്റെ ജീവിത പ്രശ്നങ്ങളെ കുറിച്ച്, ഞാൻ ജീവിതത്തിൽ നടത്തിയ വൈദ്യുതികളെ കുറിച്ച് ഞാൻ ഇഷ്ടപ്പെട്ട അതാണ്. പക്ഷെ അത് പിന്നീട് അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണമുള്ള 3 പേജ് കൂടിയാണ്. ശ്രീ ജയശങ്കർ, ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ചോദ്യം ചില കാര്യങ്ങൾ രഹസ്യമായി അറിയിക്കാനുണ്ട് എന്ന് സരിത പറഞ്ഞിട്ടും എന്തുകൊണ്ടത് രേഖപ്പെടുത്തിയില്ല? അഭിഭാഷകനുമായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അനുവദിച്ചില്ല. അന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് കേസ് ഫയലിൻ്റെ ഭാഗമായില്ല? അന്നേ ദിവസം കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ കോടതി വിമർശിക്കാനിടയായ സാഹചര്യം എന്താണ് എന്നിവയാണ് ചോദ്യങ്ങൾ. ഇതിനൊന്നും വ്യക്തമായും യുക്തിസഹവുമായ മറുപടി നൽകാൻ ഈ മാജിസ്ട്രേറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് വന്നുപോയിട്ടുള്ള അദ്ദേഹം പറഞ്ഞ മറുപടി ചില കാര്യങ്ങൾ ഞാൻ കേട്ടില്ല എന്നാണ്. അത് വിശ്വാസയോഗ്യവുമല്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വന്നുപോയ ഒരു ചെറിയ വീഴ്ചയെന്നോ അബദ്ധമെന്നോ എന്ന നിലയ്ക്ക് കാണാൻ കഴിയില്ല. പൂർണ്ണമായും ഓരോ വിഷയത്തിലും അദ്ദേഹത്തിന് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് അദ്ദേഹം കേൾക്കാതിരിക്കുകയോ രേഖപ്പെടുത്താതിരിക്കുകയോ ചെയ്തു. നിയമപരമായ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടല്ലോ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പരാമർശിക്കപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ താല്പര്യമുണ്ടായിരുന്നു എന്നതല്ലേ ഇപ്പോൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന ആരോപണം? അല്ലെങ്കിൽ ആ തരത്തിൽ ആ വാദം ബലം വയ്ക്കുകയല്ലേ? അല്ല, ഇവിടെ അജയ് തറയിൽ പറഞ്ഞ രീതിയിലല്ല ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചത്. സരിത എസ് നായർ കോടതിയിൽ ഹാജരാക്കുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുന്ന അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ അവരെ ഹാജരാക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയും. സാധാരണ പ്രതികൾ അങ്ങനെ പറയാറുണ്ട്. പ്രതികൾ പറയുന്നത് പോലീസുകാർ അവരോട് മോശമായി പെരുമാറി, അല്ലെങ്കിൽ ജയിലിൽ അവർക്ക് തിക്താനുഭവങ്ങളുണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള പരാതികൾ കേൾക്കേണ്ടതും അത് രേഖപ്പെടുത്തേണ്ടതും നിയമപ്രകാരം മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് മജിസ്ട്രേറ്റ് സരിതയുടെ മൊഴി ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്താം, അപ്പോൾ തന്നെ വേണമെങ്കിൽ രേഖപ്പെടുത്താമായിരുന്നു, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്താമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം കേസെടുത്തപ്പോൾ അത് തുറന്ന കോടതിയിൽ അദ്ദേഹത്തിന് രേഖപ്പെടുത്താമായിരുന്നു. അതിൽ അങ്ങനെയാണ് സാധാരണ ചെയ്യുക. പ്രതികൾ അല്ലെങ്കിൽ പരാതിക്കാർ പറയുന്നത് തുറന്ന കോടതിയിൽ മറ്റുള്ള ആളുകളൊക്കെ കേൾക്കാൻ തന്നെ രേഖപ്പെടുത്തും. ഇവിടെ ഒരു പക്ഷേ സരിതയ്ക്ക് ഒരു സ്ത്രീ എന്ന പരിഗണന നൽകിയിട്ടായിരിക്കാം കേസ് ഉച്ചയ്ക്ക് ശേഷം അടഞ്ഞ കോടതിയിൽ ഇത് രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. പക്ഷേ കേസ് പരിഗണനയ്ക്ക് എടുത്തപ്പോൾ അവിടെ മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, കോടതി ജീവനക്കാരുണ്ടായിരുന്നു, വനിതാ പോലീസ് ഉണ്ടായിരുന്നു, ഫെനി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇത്രയും പേരുടെ സാന്നിധ്യത്തിൽ സരിത പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. 20 മിനിറ്റ് സരിത ആ കോടതിയിലുണ്ടായിരുന്നു. 20 മിനിറ്റ് സരിത അവിടെ സിനിമാ കഥ പറയുകയായിരുന്നില്ലല്ലോ.
അങ്ങനെ പറയാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ സരിത പറഞ്ഞ കാര്യങ്ങൾ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. പക്ഷേ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ അത് ഫയലിൽ നിന്നും അപ്രത്യക്ഷമായി. ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കരുതുന്നത്, അദ്ദേഹം അത് നശിപ്പിച്ചു എന്നാണ്. അദ്ദേഹം എന്തുകൊണ്ട് നശിപ്പിച്ചു? വെറുതെ ഒരു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അങ്ങനെ മാറ്റുകയില്ല. അങ്ങനെ മാറ്റാൻ ഒരു മജിസ്ട്രേറ്റിന് ധൈര്യം വരില്ല, മുട്ടുകാലിടിക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹം മാറ്റിയത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രലോഭനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭീഷണി ഉണ്ടായിരുന്നു. അല്ലാതെ ഒരാൾ സ്വമേധയാ തന്നിഷ്ടപ്രകാരം അത് മാറ്റുകയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആ രീതിയിൽ പ്രതികളല്ല. അവർക്കെതിരെ ആർക്കുമെതിരെ രേഖപ്പെടുത്താതിരിക്കേണ്ട സാഹചര്യം അദ്ദേഹത്തിനില്ല. അങ്ങനെ രേഖപ്പെടുത്തിയതിന് ശേഷമുള്ള ശേഷം അന്ന് താങ്കൾ ആരോപിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കെ ബാബുവും ബെന്നി ബെഹനാനും അടക്കമുള്ള ആളുകൾ ഇതിലെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി പ്രത്യേക ഉദ്ദേശത്തോടെ ഇടപെട്ടുവെന്നാണ്. അതിന് കൂടുതൽ സാധുത കൈവരുന്നുണ്ടോ? ഇപ്പോൾ നേരത്തെ ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് മുഴുവൻ രേഖപ്പെടുത്തി വെച്ചതിന് ശേഷമാണ് ഇതിലെ വിവരങ്ങൾ അങ്ങേയറ്റം സ്ഫോടക ശേഷിയുള്ളതാണെന്ന് ബോധ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇത് പുറത്തു വരാതിരിക്കാൻ അവർ ഇടപെടുന്നു, ആ തരത്തിൽ അവർ സമീപിക്കുന്നു. അതിൻ്റെ ഫലമെന്നോണം അത് കേസ് ഡയറിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അങ്ങനെ സംഭവിച്ചു എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? രാജു ഒരു പുതിയ കാർ അതിനുശേഷം വാങ്ങിയിരുന്നു. പിന്നീട് അദ്ദേഹം ലോണൊക്കെ അതിന് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ കാർ വാങ്ങിച്ചു കൊടുത്തത് ഒരു കോൺഗ്രസ് MLA ആണ്. ലക്ഷക്കണക്കിന് രൂപയുടെ പണം ഇതിന്റെ പേരിൽ മറിഞ്ഞിട്ടുണ്ട്. അന്ന് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്നുള്ളത് പിന്നീട് പുറത്തു വന്നിരിക്കുക. മാത്രമല്ല, ഇതിപ്പോ കോടതിക്ക് ഇന്ന് രാവിലെ ഒരു വെളിപാടുണ്ടായതല്ല. ഹലോ, പറഞ്ഞോളൂ. കാരണം ഈ ഒരു കമ്മിറ്റിയെ ഇത് ഏൽപ്പിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ജസ്റ്റിസ് രവീന്ദ്രനെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയെന്നാണ്. അത് 10 മാസം നീട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള അവിടെയും കളി നടന്നിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ചീഫ് ജസ്റ്റിസും നമ്മുടെ ദണ്ഡവാണിയും മുഖ്യമന്ത്രിയും എല്ലാം ചേർന്ന് നമ്മുടെ ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാരെ കൃത്യമായിട്ട് അറിയാം. ഞാനിപ്പോ പേര് പറയുന്നില്ല. അത് ആ 2 ജഡ്ജിമാർക്ക് കൃത്യമായിട്ട് അറിയാം എന്താ നടന്നതെന്ന്. അപ്പൊ രാജുവിനെ ജില്ലാ ജഡ്ജിയാക്കാൻ വരെ ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. രാജുവിനെ ജില്ലാ ജഡ്ജിയുടെ പദവിയെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു കമ്മിറ്റിയുടെ ശുപാർശ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണല്ലോ അദ്ദേഹത്തിന് കാസർഗോഡേക്ക് സ്ഥാനക്കയറ്റം നൽകി അയച്ചത്. ഇതെല്ലാം ഗൂഢാലോചനയാണ്. ഇതിൽ ജുഡീഷ്യറിയും പങ്കാളിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. അതാണ് ശ്രീ അജയ് തറയിൽ ആ മൊഴി രേഖപ്പെടുത്തപ്പെട്ടതിന് ശേഷം പിന്നീട് അത് കേസ് ഡയറിയുടെ ഭാഗമാകാതെ പോയിട്ടുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികളിലേക്ക് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ, പിന്നീട് ആ മൊഴി 3.5 പേജായി ചുരുങ്ങുമ്പോഴുള്ള ഗുണം അത് കിട്ടിയത് മുഴുവൻ നിങ്ങളുടെ സർക്കാരിനാണ്. സ്വാഭാവികമായും കെ സുരേന്ദ്രൻ ആരോപിക്കുന്നതിന് കൂടുതൽ ബലം കൈവരും. ഇപ്പോൾ ഇടപെടുകയും അങ്ങനെ ആ മൊഴി രേഖപ്പെടുത്തി തകർക്കുകയും ചെയ്യുന്നു. കോടതി ഇപ്പോൾ ഒരു നിലയ്ക്കും വിശ്വസിക്കുന്നില്ല NV രാജുവിൻ്റെ ഈ പരാമർശങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുപടികൾ. അദ്ദേഹം ചെയ്തത് മുഴുവൻ പ്രത്യേക ഉദ്ദേശത്തോടെയുള്ള അട്ടിമറികളായിരുന്നു എന്നാണ് കോടതി സംശയിക്കുന്നത്. അങ്ങനെയാണ് കോടതി അനുമാനിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. നടപടികളിലേക്ക് പോകാൻ ഇനി ഒരു ചുവട് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ NV രാജു ചെയ്ത ക്രമക്കേടുകളുടെ ഗുണം മുഴുവൻ പറ്റിയത് UDFൻ്റെ നേതാക്കളാണ്. അപ്പോൾ NV രാജുവുമായി UDF നേതാക്കൾക്ക് ബന്ധമുണ്ടായിരുന്നോ? അത്തരം ഇടപെടലുകൾ ഉണ്ടായിരുന്നോ എന്ന വാദത്തിനും ശക്തി വരും. അല്ല, CGM അദ്ദേഹം മൊഴി രേഖപ്പെടുത്തുകയായി എങ്ങും ആരോടും പറഞ്ഞിട്ടില്ല, സരിതയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞതെന്താ? സരിത പോയി സ്വന്തം കൈപ്പടയിൽ ഒരു മൊഴി എഴുതി ഒരു വക്കീലിൻ്റെ പോലും സഹായമില്ലാതെ എനിക്ക് തരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ മൊഴിയുടെ അവരെഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് അത് 30 പേജാണോ 40 പേജാണ് 23 പേജാണ് പിന്നെ 3 പേജാണെന്നൊക്കെ തർക്കം നടന്നത്. നമ്മളെല്ലാം ചാനലിൽ കിടന്നും തെരുവിൽ കിടന്നും വലിയ തർക്കമാണ്. പേജിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലും ഒക്കെ തർക്കമായിരുന്നു. പക്ഷേ അവർ 3 പേജുള്ള ഒരു മൊഴി മാത്രമാണ് കൊടുത്തത്. അതാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്ന കാര്യം. പിന്നെ അതിനുശേഷം ശ്രീ സുരേന്ദ്രനും ശ്രീ ജയശങ്കർ വക്കീലും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കണ്ടെത്തലുകൾ അതെല്ലാം വരുന്നില്ലേ ഉള്ളൂ. വരട്ടെ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അതിനകത്ത് ആരൊക്കെയാണ് കുറ്റക്കാരെ തെളിയിക്കട്ടെ. ഞങ്ങൾ ആരും രാഷ്ട്രീയമായി ഇടപെടാൻ ഇക്കാര്യത്തിൽ പോകുന്നില്ല. പക്ഷേ ശ്രീ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം സോളാർ ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിൽ ചെന്ന് ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് പറയാൻ ഒന്നും തെളിവുകളുണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത്. ഞങ്ങൾ പറയുന്നത് വളരെ വേദനാജനകമാണ്. പൊതുവേദിയിൽ ധാരാളം കാര്യങ്ങൾ ആരോപിക്കുകയും വേണ്ടപ്പെട്ട സ്ഥലത്ത് ചെന്ന് തെളിവുകളില്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന ഏർപ്പാട് ശരിയല്ല. ഒരു ആരോപണങ്ങൾ ഞാൻ പണ്ടേ പറയാറുണ്ട്, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ഉപോത്ബലകമായ തെളിവുകൾ പ്രസന്റ് ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. രാജു എബ്രഹാം, ഇക്കാര്യത്തിൽ കേവലം ഒരു ജഡ്ജി ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രസക്തമാകുന്ന കാര്യം, ഒരു മാജിസ്ട്രേറ്റ് അദ്ദേഹത്തിനെതിരെ
ഒരു നടപടി വരികയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത്ര പ്രമാദമായ ഒരു കേസിൽ അതിനിർണായകമായ വിവരങ്ങൾ തനിക്ക് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അത് രേഖപ്പെടുത്താതെ വിട്ടതിന് പിന്നിൽ, അത് കേസ് ഡയറിയുടെ ഭാഗമാകാത്തതിന് പിന്നിൽ, അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പ്രത്യേകമായി ഇടപെട്ട് കോടതി പറഞ്ഞ് താല്പര്യത്തോടെ ഇടപെടുന്നതിന് പിന്നിലൊന്നും പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടെന്ന് കോടതി കണ്ടെത്തുകയാണ്. അതിൻ്റെ പേരിൽ നടപടിയിലേക്ക് പോവുകയാണ്. കോടതിയെ അടക്കം ഇടപെട്ട് ഈ കേസ് അട്ടിമറിക്കാൻ, ഇതിലെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വിപുലമായ തോതിൽ പണം കൊണ്ടുള്ള ഒരു കളി നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണോ ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ? സോളാർ കേസിനകത്ത് പണം കൊണ്ടുള്ള കളിയല്ലേ നടന്നിട്ടുള്ളൂ. സോളാർ കമ്മീഷന് മുമ്പാകെ ഞാൻ മൊഴി കൊടുത്തപ്പോൾ ഈ അഡീഷണൽ CJM രാജുവിൻ്റെ നടപടിയെ സംബന്ധിച്ച് പ്രത്യേകമായ പരിശോധന നടത്തണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സത്യത്തിൽ നമ്മൾ ലജ്ജിക്കുകയാണ് വേണ്ടത്. കാരണം ഏറ്റവും അവസാനം നമുക്ക് നീതി കിട്ടേണ്ടത് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നാണ്. പക്ഷേ ഒരു ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടായ ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ച, സത്യത്തിൽ ഈ CJM രാജു ഒരു മജിസ്ട്രേറ്റ് എന്ന് നമ്മൾ വിളിക്കാൻ പോലും നമുക്ക് ലജ്ജയാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് സസ്പെൻഷനോ അല്ലെങ്കിൽ പിരിച്ചുവിടിയിൽ വരെയോ, അദ്ദേഹം പിരിച്ചുവിടുക മാത്രമല്ല ചെയ്യേണ്ടത്, അദ്ദേഹത്തെ ഈ നടപടിക്കെതിരെ കർശനമായ നടപടിയുടെ തുറുങ്കിലടക്കുകയാണ് വേണ്ടത്. അങ്ങനൊരു മാതൃക നമ്മൾ കാണിക്കണം. ഒരു മജിസ്ട്രേറ്റും ഇത്തരം വൃത്തികേടുകൾ കാണിക്കാൻ പാടില്ല. ഇവിടെ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ അജിത് കുമാർ ഇക്കാര്യത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ ചോദ്യങ്ങളിലൊന്ന്, അന്നേ ദിവസം കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ കോടതി വിമർശിക്കാനിടയായ സാഹചര്യം എന്ത് എന്നതായിരുന്നു. അതായത് ഹൈക്കോടതിക്ക് പോലും അക്കാര്യത്തിൽ ആശ്ചര്യം തോന്നിപ്പോയി. കാരണം കോടതി നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അത് നുണക്കെട്ടുകളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പിന്നീടുള്ള കോടതി ദിനത്തിൽ പറയുകയാണ്. കാരണം ഈ വാർത്തകൾ ജനം വിശ്വസിക്കരുത് എന്ന് ആ ജഡ്ജിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതായത് മാധ്യമ വാർത്തകളെ അടക്കം ശരിയായ വഴിയിലൂടെ അല്ലാതെ തിരിച്ചുവിടാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മറിച്ചു തോന്നാൻ തക്ക വിധത്തിലുള്ള ഇടപെടൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് കൂടി പരിശോധിച്ചാൽ അദ്ദേഹം ഇത് ഇല്ലാതാക്കാൻ മാത്രമല്ല, ജനങ്ങളുടെ ചിന്ത എങ്ങനെ പോകണമെന്ന കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു എന്നാണോ? മജിസ്ട്രേറ്റുമാർക്ക് തന്നെ, ഒരു ജുഡീഷ്യൽ ഓഫീസേഴ്സിന്, ജുഡീഷ്യൽ സിസ്റ്റത്തിന് അപമാനകരമാണ് ഈ മജിസ്ട്രേറ്റ് രാജു. കാരണം രാജു, ഞാൻ ചോദിച്ചോട്ടെ, ഒരു പ്രതി, അത് ഏത് വ്യക്തി ആയിക്കോട്ടെ, ആ പ്രതി സ്വന്തം പ്രശ്നങ്ങൾ മജിസ്ട്രേറ്റിനോട് അടഞ്ഞ മുറിയിൽ പറയുമ്പോൾ അത് കുറിച്ചെടുക്കുകയും അതിന്മേൽ നടപടിയെടുക്കുകയും ചെയ്യേണ്ട പ്രാഥമിക ബാധ്യത ജുഡീഷ്യൽ ഓഫീസർക്കില്ലേ? അല്ലെങ്കിൽ പിന്നെ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആരുടെ മുമ്പിലാണ് അഭയം പ്രാപിക്കേണ്ടത്? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ യഥാർത്ഥ വസ്തുത, ഈ സോളാർ കേസ് സംബന്ധിച്ച യഥാർത്ഥ വസ്തുത വെളിച്ചത്ത് വരുമായിരുന്നില്ലേ? ഇപ്പൊ കോടികൾ ഒഴുകി സരിത ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, സരിതയുടെ കേസുകളെല്ലാം തീരുന്നു, സരിത സമ്പന്നയാകുന്നു, കാശുകൾ ആ വ്യക്തിയിലേക്ക് ഒഴുകിയെത്തുന്നു എന്നൊക്കെയുള്ള ആക്ഷേപത്തിന് കാരണമാകുമ്പോൾ അതിൻ്റെ വസ്തുത എന്തെന്ന് ജനങ്ങൾക്കും ജുഡീഷ്യൽ സംവിധാനത്തിനും അന്വേഷണ സംവിധാനത്തിനും ബോധ്യപ്പെടാൻ തക്ക ഏറ്റവും പ്രാഥമികമായ ആദ്യത്തെ അവസരമായിരുന്നു അത്. അതാണ് ഈ മജിസ്ട്രേറ്റ് രാജു ഇല്ലാതാക്കിയത്. മാത്രമല്ല, അദ്ദേഹം മാധ്യമങ്ങളെയല്ല, പൊതുസമൂഹത്തെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്താണ് അവിടെ പറഞ്ഞത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് തെറ്റാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഈ ജുഡീഷ്യൽ ഓഫീസർ ആരാ? ഈ മജിസ്ട്രേറ്റ് ആരാ? അങ്ങനെ മജിസ്ട്രേറ്റ് പൊതുസമൂഹത്തെ, ജനങ്ങളെയാകെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് ഈ മജിസ്ട്രേറ്റ് ജുഡീഷ്യറിയെ കുറിച്ച് ലജ്ജിക്കേണ്ട ഒരു വസ്തുത, ഈ മജിസ്ട്രേറ്റ് ഈ തരത്തിൽ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഈ തട്ടിപ്പ് കേസ് പ്രതി എന്ന് പറയുമ്പോൾ കേൾക്കാതിരിക്കുകയോ എഴുതാതിരിക്കുകയോ ചെയ്യേണ്ട കാര്യം മാജിസ്ട്രേറ്റിനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ, താങ്കൾ പറഞ്ഞതുപോലെ ബന്ധുക്കളോ അല്ലെങ്കിൽ താല്പര്യക്കാരായ ആളുകളെ കുറിച്ചല്ല അവർ പറയുന്നത്. സ്വാഭാവികമായും അദ്ദേഹം അത് രേഖപ്പെടുത്തി കാണണം. ആ രേഖപ്പെടുത്തിയത് എന്തൊക്കെയാണ് എന്ന് പുറത്തു നിൽക്കുന്ന അതുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഈ മജിസ്ട്രേറ്റിനെ സമീപിക്കുന്നു, പിന്നീട് ഇത് അട്ടിമറിക്കപ്പെടുന്നു. അങ്ങനെ രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് പോയ ഈ പേപ്പറുകൾ പിന്നെ പിൻവലിക്കാനും ഇല്ലാതാക്കാനും കഴിയും തരത്തിൽ അങ്ങേയറ്റം റിസ്ക്കുള്ള ഒരു ഇടപെടൽ സവിശേഷ താല്പര്യത്തോടെ ഈ മജിസ്ട്രേറ്റ് നടത്തിയതാണോ? ജയശങ്കർ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത് സരിത മൊഴി കൊടുക്കുന്ന ഒരു ശനിയാഴ്ചയാണ്. ഞായറാഴ്ചത്തെ മലയാള മനോരമ പത്രത്തിൽ വന്ന്, മനോരമയെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഈ സർക്കാരിനോട് സവിശേഷമായ സ്നേഹമുള്ളൊരു പത്രമാണ്. സരിത പറഞ്ഞ മൊഴി കേട്ട് മജിസ്ട്രേറ്റ് ഞെട്ടിപ്പോയി എന്നാണ്. അവരെന്നെ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തു എന്ന് സരിത മജിസ്ട്രേറ്റിനോട് പറഞ്ഞു. ആളുകളുടെ പേരും പറഞ്ഞു. ആ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെയുള്ള ഫെനി ബാലകൃഷ്ണൻ്റെ പ്രതികരണങ്ങളുണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ
ക്ലിപ്പിങ്സ് നമ്മുടെ ഇന്ത്യ വിഷൻ ചാനലിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ശേഖരിച്ച് അന്വേഷണം നടത്തിയ വിജിലൻസ് രജിസ്ട്രാർ മോഹൻദാസിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരുന്നു. അതുകൂടി കണ്ടിട്ടായിരിക്കും അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തതെന്ന് ഞാൻ വിചാരിക്കും. ഫെനി ബാലകൃഷ്ണൻ പറയുന്നുണ്ട് പ്രമുഖരായ പല വ്യക്തികളുടെയും പേര് സരിത അവിടെ വെളിപ്പെടുത്തിയത്. പക്ഷേ മജിസ്ട്രേറ്റ് അത് രേഖപ്പെടുത്തുകയോ രേഖപ്പെടുത്താതിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. രേഖപ്പെടുത്തിയില്ല. അവരെ പീഡിപ്പിച്ച 1-2 പേരുടെ പേര് പറഞ്ഞു. അതിപ്പോൾ പേര് ഓർമ്മിക്കുന്നില്ല. ആ പേര് വ്യക്തമായി കേട്ടില്ല എന്ന് അദ്ദേഹം ശ്രീ മോഹൻദാസിൻ്റെ മുമ്പിൽ മൊഴി കൊടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അദ്ദേഹത്തിന് കാര്യമായ കേൾവി ശക്തിക്ക് എന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ ഓർമ്മക്കുറവുണ്ട്. രണ്ടായാലും ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ലെന്നുള്ള നിലയ്ക്കുള്ള വലിയ തെളിവുണ്ട്. അതുപോട്ടെ, സരിതയോട് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം എഴുതി കൊടുക്കാൻ ഉപദേശിക്കുന്നു. അത് എഴുതുമ്പോൾ അദ്ദേഹം വേറൊരു വേല കൂടി ഒപ്പിക്കുന്നു. അഭിഭാഷകൻ്റെ സേവനം ഇല്ലാതെ, സഹായം ഇല്ലാതെ സരിത സ്വയമായിട്ട് എഴുതണം. അത് തന്നെ ഒരു തെറ്റാണ്. ഏത് പ്രതിക്കും എത്ര വലിയ കുറ്റം ചെയ്ത ആൾക്കാരും, ഇപ്പോൾ അജ്മൽ കസബിനാണെങ്കിൽ പോലും അഭിഭാഷകൻ്റെ സഹായം തേടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അജ്മൽ കസബിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞ, അജ്മൽ കസബ് പാകിസ്ഥാൻ പൗരനാണ്. ഇന്ത്യൻ പൗരന്മാർക്കുണ്ട്, ഭരണഘടനാദത്തമായിട്ടുണ്ട്. പാകിസ്ഥാൻകാരനായ പ്രതിക്ക് പോലും നമ്മുടെ ഭരണഘടനയും നിയമ സംവിധാനവും അനുവദിച്ചിട്ടുള്ള ഒന്നാണ് അഭിഭാഷകൻ്റെ സഹായം. അതുപോലും നിഷേധിക്കുകയാണ്. കാരണം എന്താ? മടിയിൽ കനമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഭയം. അദ്ദേഹം ഈ നിയമ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിച്ച ഒരാളാണ്. അതുമാത്രമല്ല, അടുത്ത സ്റ്റേജിൽ അടുത്ത വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്കും അദ്ദേഹം പിന്നെ മാറുന്നു. പത്രങ്ങളിൽ വന്നതെല്ലാം നുണക്കഥകളാണ്. അദ്ദേഹം മാധ്യമ നിരൂപണവും തുടങ്ങി. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ജോലി CRPC അനുസരിച്ച് കേസ് വിധിക്കലാണ്. മാധ്യമ നിരൂപണമൊക്കെ സെബാസ്റ്റ്യൻ പോൾ ചെയ്ത ജോലിയാണ്. ആ ജോലി അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹം മാധ്യമ വിചാരം തുടങ്ങി. അതാണ് ശ്രീ അജയ് തറയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ മജിസ്ട്രേറ്റ് NV രാജുവിൻ്റെ ബന്ധുക്കളെക്കുറിച്ചൊന്നും അല്ലല്ലോ സരിത എസ് നായർ നടത്തുന്ന പരാമർശങ്ങൾ. അതിൽ പറയുന്നതെല്ലാം UDF-മായി ബന്ധപ്പെട്ട ഉന്നതരെക്കുറിച്ചാണ്. പിന്നീട് ആ കത്തിൻ്റെ ശകലങ്ങൾ ഇപ്പോൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുമുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ആ ജഡ്ജിക്ക്, ആ മജിസ്ട്രേറ്റിന് സംരക്ഷിക്കാനുണ്ടായിരുന്നത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെയോ അതിൻ്റെ മുന്നണി നേതാക്കളെയോ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം സംരക്ഷിച്ചത് ആരുടെ താല്പര്യമാണ്? അതിന് അദ്ദേഹത്തിന് പ്രചോദനമായത് എന്താണ്? പണമല്ലാതെ മറ്റെന്ത്? സ്വാഭാവികമായും നിങ്ങളുമായി ബന്ധപ്പെട്ടുന്ന ആളുകൾ ഈ മജിസ്ട്രേറ്റിനെ സമീപിക്കുകയും അദ്ദേഹത്തിന് പണമോ മറ്റെന്തെങ്കിലും സൗകര്യങ്ങളോ ഓഫർ ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ട് ഇത് അട്ടിമറിക്കാൻ ഇടപെടൽ നടത്തുകയും ചെയ്തു എന്നതാണ് ആരോപണം. അത് വിശ്വസിക്കാനേ ഇപ്പം നിർവാഹമുള്ളൂ. ഞാൻ പറയട്ടെ, CGM കോടതിയിൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നടന്ന ഒരു സംഭവമാണ്. സരിത എസ് നായർ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നതും അവരെ മൊഴി കൊടുക്കുന്നതും, മൊഴി കൊടുക്കാൻ എന്നാൽ എനിക്ക് മൊഴി തരണ്ട, നിങ്ങൾ എഴുതി തന്നാൽ മതി എന്ന് CGM അവിടെ വെച്ച് പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 2-3 മണിക്കൂർ കൊണ്ട് ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ ഇത്രയേറെ ഇൻഫ്ലുവൻസ് ചെയ്യാനും സരിത എസ് നായർ പറഞ്ഞിരിക്കുന്നത് ഇന്ന ആളുകളുടെ പേരാണ്, അത് UDF-ന് ക്ഷീണം ഉണ്ടാകും, അതുകൊണ്ട് ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കണമെന്ന് ജുഡീഷ്യൽ ഓഫീസർ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുന്ന, അതൊക്കെ വളരെ ഏറെ ഒരു അപ്രായോഗികമായ ആരോപണങ്ങൾ പറയാൻ വേണ്ടിയുള്ള ചില കണ്ടെത്തലുകൾ. രാജു എബ്രഹാം, സാങ്കേതികമായ അജയ് തറയിൽ 3 മണിക്കൂർ സമയം മാത്രമേ കോടതി ഇടപാടുകൾ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആ 3 മണിക്കൂർ കൊണ്ട് ജഡ്ജിയെ സ്വാധീനിക്കാനും, അല്ലെങ്കിൽ ഈ മൊഴിയിൽ ഇത്ര വിവരങ്ങളുണ്ട് എന്ന് UDF നേതാക്കളെ വിളിച്ച് ജഡ്ജി പറയുന്നു, അപ്പം തന്നെ അതെല്ലാം മുക്കിയേക്കൂ, ഞങ്ങൾ കുറെ പണം തരാമെന്ന് പറയുന്നു. അതൊക്കെ ആര് വിശ്വസിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അങ്ങനെയല്ല, അജയ് തറയിൽ പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കാം. രാജുവിലേക്ക് പോകുന്നത് ശ്രീ രാജു, ഞാൻ പറയാം. ഇത് അജയ് പറഞ്ഞ പോലെ അല്ലത്. ഇത് ശ്രീ രാജു എബ്രഹാം, ഞാൻ വേഗം വരാം. 3 മിനിറ്റ് പോലും അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മൊഴി കൊടുക്കുന്നത്. ആ മൊഴി അപ്പോൾ തന്നെ NV രാജു രേഖപ്പെടുത്തുന്നു. പിറ്റേ ദിവസം മനോരമയിൽ വരുന്നു. മനോരമയ്ക്ക് വിവരം അവിടെ നിന്ന് കിട്ടിയേ രാജു പറഞ്ഞാവാൻ സാധ്യതയില്ല. അവിടെ ഒരു വനിതാ കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു, കോടതി സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഈ ആരിൽ നിന്നെങ്കിലും ആയിരിക്കും മനോരമ ലേഖകന് വിവരം കിട്ടിയത്. അല്ലാണ്ട് മറ്റൊരു ലേഖകനും കിട്ടാത്ത വിവരം മനോരമ ലേഖകന് കിട്ടാൻ ന്യായമില്ല. അപ്പോൾ വനിതാ കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഒരു ഉപകരണമാണ്. അവരോട് ചോദിച്ചാൽ കൃത്യം പറയില്ലേ, ഇന്ന ആളുകളുടെ പേരാണ് സരിത പറഞ്ഞത്. വളരെ എളുപ്പമല്ലേ? ഇനി മജിസ്ട്രേറ്റ് രാജു പണം പറ്റിയിട്ടാണ് ഇത് ചെയ്തതെന്ന് ഞാനിപ്പോഴും വിചാരിക്കുന്നില്ല. സുരേന്ദ്രൻ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മേൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു. അതാരാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ആ വഴിക്ക് അന്വേഷണം നടത്തിയിട്ടില്ല. സുരേന്ദ്രൻ ആ വിജിലൻസ് രജിസ്ട്രാറോട് ആവശ്യപ്പെട്ട ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ മജിസ്ട്രേറ്റ് രാജുവിൻ്റെ ഫോൺ രേഖകൾ പരിശോധിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അറിയാൻ കഴിയും അദ്ദേഹത്തെ മുകളിൽ നിന്ന് വിളിച്ചതാരാണ്. ഇത് മേലാവിൽ നിന്നുള്ള ഡയറക്ഷൻ കൊണ്ടാണ്, അല്ലാണ്ട് ഒരു മജിസ്ട്രേറ്റ് പണം പറ്റിയിട്ടൊന്നും അങ്ങനെ ചെയ്യാനുള്ള സാധ്യത. അതാണ് ശ്രീ രാജു എബ്രഹാം, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട് എന്നാണോ ഇനി സംശയിക്കേണ്ടത്? ഇത് കേവലം ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന് കുറെ പണം കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ തീർപ്പുണ്ടാക്കിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അതിന് അദ്ദേഹം വഴങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് ഈ മൊഴി മുക്കിയേ മതിയാവൂ എന്ന തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിൽ നിന്നും ജുഡീഷ്യറിയിലുള്ള ഇടപെടലുണ്ടായിരുന്നു. ആ തരത്തിൽ വിപുലമായ ഇടപെടൽ, ശക്തമായ സമ്മർദ്ദമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇവിടം കൊണ്ട് തീരുന്നതല്ല എന്നാണ്.
തീർച്ചയായിട്ടും ജയശങ്കറിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ടെലിഫോൺ സംഭാഷണം, ആ ടെലിഫോൺ കോൾ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും അന്വേഷണം നടത്തുന്ന ഈ സമിതി എടുക്കണം. അതുകൂടി ഉൾപ്പെടുത്തി വേണമായിരുന്നു സത്യത്തിൽ കുറ്റപത്രം നൽകേണ്ടിയിരുന്നത്. പക്ഷെ കുറ്റപത്രത്തിൽ എന്താണ് എന്ന് നമുക്കിപ്പം വെളിവായിട്ടില്ല. കുറ്റപത്രം നൽകും എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും മജിസ്ട്രേറ്റ് ഗുരുതരമായ വീഴ്ച ആ കർത്തവ്യം നിർവഹിക്കുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്ന് നേരത്തെ തന്നെ പൊതുസമൂഹം കണ്ടെത്തിയതാണ്. ഇപ്പോൾ നിയമപരമായി അത് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ പ്രതി ആര്, ഇതിനകത്ത് ആരാണ് ഇടപെട്ടത്, അത് പണത്തിന്റെ സ്വാധീനം എത്രമാത്രം ഉണ്ട്, പണമില്ല എന്ന് നമുക്ക് എഴുതി തള്ളാൻ ഒരിക്കലും കഴിയുകയില്ല. കാരണം അത്തരം ആരോപണങ്ങൾ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ഈ കാലഘട്ടങ്ങളിൽ വരുന്നുണ്ട്. അതിനെല്ലാം അതീതമായി ഈ രാജു എന്ന മജിസ്ട്രേറ്റ് പറക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും മജിസ്ട്രേറ്റുമാർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ, അതോ കേരളത്തിലെ ഈ സരിത കേസിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലെയുള്ള ആളുകൾ? കാരണം ടി.സി. മാത്യു കൊടുത്ത കത്ത് നിമിഷങ്ങൾക്കുള്ളിൽ സരിതയുടെ കയ്യിൽ എത്തിച്ചേർന്ന സംഭവം നമുക്കിപ്പോ ഈ കേസിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സരിതയെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 40 ലക്ഷം രൂപ വാങ്ങിക്കൊടുത്ത ആളാണ് മുഖ്യമന്ത്രി. അപ്പം ആരാണ് ഇതിനകത്ത് ഇടപെട്ടത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. താങ്കൾക്ക് പറയാം, അവിടെ അന്ന് ഉണ്ടായിരുന്ന ഏക പോലീസ് ഉദ്യോഗസ്ഥയെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുക വരെ ചെയ്തത് വലിയ വിവാദമായതാണ്. അതായത് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് സർക്കാരിന് അറിയാൻ, അല്ലെങ്കിൽ അത് മൂടിവെക്കാൻ താല്പര്യമുണ്ടായിരുന്നു എന്ന വിമർശനം അന്നേ ഉയർന്നതാണ്. കാരണം ആ പോലീസ് ഉദ്യോഗസ്ഥയെ മാത്രമായി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുകയും രഹസ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്ത് അന്നെല്ലാം വലിയ വാർത്തയാവുകയും ചെയ്തതാണ്. അതായത് ആ കോടതി മുറിയിൽ നടന്ന സംഭവങ്ങളിൽ സർക്കാരിന് പ്രത്യേകമായ താല്പര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം വാർത്തയായ സംഭവങ്ങളാണ്, അത് ശരിയാണ്. ഇതെല്ലാം ഒരു ഗവൺമെന്റിനെതിരെ 1 by 1 ആയിട്ട് ഉന്നയിച്ച ആരോപണങ്ങളാണ്. അത് കേരളത്തിലെ ചാനലുകളിൽ വാർത്തയായ ഒരു സംഭവമാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിന് സത്യവുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ സംഭവവികാസങ്ങളിലുള്ള ചില ശകലങ്ങളെ വെച്ചുകൊണ്ട് കണക്ട് ചെയ്ത് മാധ്യമങ്ങളും വിചാരണ ചെയ്യുന്ന കുറെ ആളുകളും ഒരു വിചാരണ ചെയ്യുന്നു എന്നതിനപ്പുറം സരിതയുടെ കത്തോ സരിതയുടെ ആളുകൾ ആരൊക്കെയാണോ, ഇതിപ്പോ ജുഡീഷ്യൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കല്ലേ. സരിതയുടെ സോളാർ കേസിനകത്ത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഒരു ഡിസ്ട്രിക്ട് ജഡ്ജി, റിട്ടയേർഡ് ജഡ്ജി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ തെളിയിച്ചുകൊള്ളൂ. കുറ്റപത്രം നൽകി കഴിഞ്ഞാൽ ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കാൻ പോവുകയാണ് കോടതി. അങ്ങനെ ഒരു അന്വേഷണം ഇനിയിപ്പോൾ ടെലിഫോൺ റെക്കോർഡുകൾ അടക്കമുള്ളവ അല്ലെങ്കിൽ വിശദാംശങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ചാൽ അത് ഈ സർക്കാരിലേക്കല്ലാതെ വേറെ എങ്ങോട്ടും പോകാൻ സാധ്യതയില്ല. അത് NV രാജുവിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി താല്പര്യമല്ല എന്ന് നിരീക്ഷിക്കുമോ താങ്കൾ? ഒരിക്കലും രാജു ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. മാത്രമല്ല ഈ ജുഡീഷ്യൽ ഓഫീസർ, നമ്മളെല്ലാം എന്ത് മിസ്റ്റേക്ക് എന്ത് തെറ്റ് ചെയ്താലും ജുഡീഷ്യറിയാണ്, ജുഡീഷ്യൽ ഓഫീസേഴ്സാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. പക്ഷേ ജുഡീഷ്യൽ ഓഫീസേഴ്സ്, അദ്ദേഹം രാജു തെറ്റ് ചെയ്താൽ രാജുവിൻ്റെ ആ സംവിധാനം, ആ ഡിപ്പാർട്ട്മെന്റ് ആണോ അദ്ദേഹത്തെ ശിക്ഷിക്കേണ്ടത്? അദ്ദേഹത്തെ വലിയൊരു ഡിബേറ്റിന്റെ കാരണമാണ്. പക്ഷെ ഇവിടെ രാജു കുറ്റവാളിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ആരെയാണ് ഇനി, ഏത് ജുഡീഷ്യൽ സംവിധാനത്തെയാണ് പൊതുസമൂഹം സ്വീകരിക്കേണ്ടത്? അതുകൊണ്ട് രാജുവിന്റെ നേരത്തെ പറഞ്ഞ പോലെ കോൾ ലിസ്റ്റ് പരിശോധിക്കുക മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം നടത്തി, അല്ലാതെ ജഡ്ജിമാർ തമ്മിൽ ഒരു പരസ്പരം സംസാരിച്ച് ഒരു താക്കീതോടെയോ ഒരു സസ്പെൻഷനിലൂടെയോ ഒരു പിരിച്ചുവിടലിലൂടെയോ അവസാനിപ്പിക്കാതെ ശക്തമായ നടപടിയും പോലീസ് കേസ് ഉൾപ്പെടെയുള്ള സംവിധാനവും ഇതിനകത്തുണ്ടാകണം. അതാണ് താങ്കൾ പറയുന്നത്. നന്ദി ശ്രീ അജിത് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം അജയ് തറയിൽ, ശ്രീ ജയശങ്കർ, കെ സുരേന്ദ്രൻ, രാജു എബ്രഹാം എന്നിവർക്കും പ്രത്യേകം നന്ദി.